ഇന്ന് നമുക്ക് ബ്രെഡും ജാമും കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. ഇത് സാധാരണയായിട്ട് ഈ ഹൈ റേഞ്ച് ഭാഗത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാം. അവിടെയുള്ള ചായക്കടകളിലൊക്കെ വെക്കാറുള്ള ഒരു സ്നാക്കാണ്. വളരെ ഈസിയാണ് നമുക്കുണ്ടാക്കാനായിട്ട്. ഇത് ഞാൻ ചെയ്യുന്നതെന്ന് ഫ്രൈഡ് ബ്രെഡ് ആൻഡ് ജാമാണ്. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജാം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൈനാപ്പിൾ ജാമാണ്. നിങ്ങൾക്ക് ഏത് ജാം വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ പഞ്ചസാര, ഒരു നുള്ളുപ്പ്, പിന്നെ ഇത് കുഴയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം, അതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടുന്ന എണ്ണ. ഇത്രയുമാണ് ഇതിന് വേണ്ടത്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെയാണ് നമ്മുടെ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായി ഇവിടെ ഒരു ബൗളിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള മൈദ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ജീരകവും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. തീരെ തിന്നായിട്ടുള്ള ബാറ്ററും അല്ല, എന്നാൽ വളരെ തിക്കായിട്ടുള്ളതും അല്ലാത്ത രീതിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. നമ്മുടെ ബ്രെഡ് മുക്കിയെടുക്കുന്നതിന് വേണ്ടുന്ന ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഒത്തിരി ലൂസായി പോകരുത്, അതുപോലെ ഒത്തിരി കട്ടിയില്ലാതെയും വേണം. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസിലേക്ക് ആവശ്യത്തിന് ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ബ്രെഡിലേക്ക് ജാം സ്പ്രെഡ് ചെയ്യുന്ന പോലെ തന്നെ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ബ്രെഡിലേക്ക് ആ ജാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു സ്ലൈസ് ബ്രെഡ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് സീൽ ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 സ്ലൈസ് ബ്രെഡ് കൂടി നമുക്കൊന്ന് ആക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ആ ബ്രെഡെല്ലാം ജാം തേച്ച് നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നെടുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ആദ്യം ആക്കി വെച്ചിട്ടുള്ള ഈ മൈദയുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഈ ബ്രെഡും ഒന്ന് നന്നായിട്ട് ഈ ബാറ്ററിൽ കവർ ചെയ്തെടുക്കണം. ഇതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് ഈ മാവ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്കിട്ട് നമുക്കൊന്ന് വറുത്ത് കോരാം. ഇപ്പോൾ ഞാൻ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ആദ്യം ആക്കി വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 സൈഡ് ഒരു മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് 1 മിനിറ്റോളം ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഓപ്പോസിറ്റ് സൈഡ് ഒരു മിനിറ്റ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസ് കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ബ്രെഡും ജാമും വെച്ചിട്ട് നമുക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാകും. കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിതുപോലെ സിമ്പിളായിട്ടുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.